നിങ്ങളുടെ വീട് ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു റൂളാണ് 60-30-10 rule. So what is the 60-30-10 rule? It is all about maintaining the perfect balance of colors to your space. So basically ഒരു റൂം എടുക്കുകയാണെങ്കിൽ അതിൽ 60% ഓഫ് കളർ യൂസ് ചെയ്യേണ്ടത് ഡോമിനൻറ്റ് കളറാണ്. അതൊരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റർ ഷെയ്ഡ്സിലോ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് വോളിൽ, ഓൾസോ സീലിംഗ് വിത്ത് പെയിൻറ്റ് ആൻഡ് ഫ്ലോറിംഗിൽ യൂസ് ചെയ്യുന്ന കളർ ടൈൽ ആയിക്കോട്ടെ. സോ ഇത് മാക്സിമം വൈറ്റ് അല്ലെങ്കിൽ ഒരു ബേജ് ഷെയ്ഡിലോട്ട് പോയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. സെക്കൻഡ്ലി 30% ഓഫ് കളർ പറയുന്നത് സെക്കൻഡറി കളറാണ്, which should actually support the dominant color which we have used. ഇതിൽ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം, ലൈക്ക് ഒരു ഡാർക്കർ ഗ്രേ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക്, ഒരു വുഡൻ ഷെയ്ഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടീൽ ഗ്രീൻ എന്ന് പറയുന്ന കളേഴ്സ് ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ബാലൻസ് വരുന്ന ആ ഒരു സ്പേസിൽ യൂസ് ചെയ്യേണ്ടതാണ് 10% ഓഫ് കളർ എന്ന് പറയുന്നത് അസെൻറ്റ് കളർ. അതൊരു ഹൈലി കോൺട്രാസ്റ്റ് കളർ വേണം യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ സോഫയിൽ കൊടുക്കുന്ന കുഷ്യൻ, സ്മോൾ പില്ലോസിൻ്റെ കളേഴ്സ് ഹൈലി കോൺട്രാസ്റ്റ് ആൻഡ് പോപ്പപ്പ് ആയിട്ടുള്ള കളേഴ്സ് വേണം യൂസ് ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം നമ്മൾ റഗ്സ് യൂസ് ചെയ്യുന്ന കളർ അല്ലെങ്കിൽ വോൾ ആർട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന അതോ ഒരു ക്യൂരിയോ എലമെൻറ്റ് കൊടുക്കുന്ന കളേഴ്സ്, ഇത് അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് പല കളേഴ്സ് ആയിട്ടുള്ള യെല്ലോ, ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ഗ്രീൻ, ബ്ലൂ അങ്ങനത്തെ കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും.